ആ വീട്ടിൽ നിന്ന് എവിക്റ്റായി പോയ എത്ര പേര് വന്ന്. ആ ലക്ഷ്മി വന്ന ഉടനെ തന്നെ അനുമോളെ കണ്ടപ്പോൾ അനുമോളുടെ താടിക്ക് പിടിച്ചിട്ട് പറയാം, നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ലക്ഷ്മി പുറത്തുനിന്ന് കണ്ടു കാണും ഇത് വന്നവരെല്ലാം കൂടി ഇട്ട് അനുമോളെ ഇട്ട് ഇതാക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കലാഭവൻ സരിക. അന്തം വിട്ട് കുന്തം വിഴികണൊക്കെ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് കുത്തുക. ഒരേ വലുതായിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഓരോരുത്തർക്ക് ഇട്ട് കൊടുത്തത് ഈ സരികയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഇതുണ്ടാക്കി ഇടുന്നത് സരികയാണ്. സരിക ഓരോന്നും ഞോണ്ടി ഇടുന്നുണ്ടായിരുന്നു ഇന്നലത്തെ വലിയ വഴക്കിലൊക്കെ. പക്ഷേ ലക്ഷ്മി വന്നിട്ട് പറയുന്നത്, അനുമോളെ ഇനി 4 ദിവസമേ ഉള്ളൂ, സ്ട്രോങ് ആയിട്ട് നിൽക്കുകയെന്ന്. ശരിക്കും ലക്ഷ്മി അടുത്ത് അനുമോൾ അത്ര ഒരു ക്ലോസ് ആയിട്ടേ ഇല്ല. ലക്ഷ്മി അത്ര ദിവസം നിന്നിട്ടും അനുമോൾ എല്ലാവരോടും ക്ലോസ് ആയെങ്കിലും ലക്ഷ്മി അടുത്ത് അധികം സംസാരിക്കാനോ ഒന്നിനും അനുമോൾ പോയിട്ടില്ല. പക്ഷേ ആ ലക്ഷ്മി അനുമോളോട് കാണിക്കുന്ന ഒരു സ്നേഹം കണ്ട സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. ആ ഒരു താടിക്ക് പിടിച്ചിട്ട്, അനുമോളെ സ്ട്രോങ് ആയിട്ട് നിൽക്കിട്ടോ, ഇനി 4 ദിവസമേ ഉള്ളൂ, നീ സ്ട്രോങ് ആണ്, നിനക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നീ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം എന്നൊരു ക്ലൂവും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അനുമോൾ പറയുന്നു, ഞാൻ പറഞ്ഞ കണക്കാണോ? ആ, നീ പറഞ്ഞ പോലെ തന്നെയാ എന്ന് പറയുന്നു. ആണോ? അപ്പോൾ അനുമോൾക്ക് തന്നെ അതിശയം. അപ്പം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. നന്നായിട്ട് കളിക്കണം, എല്ലാം നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി. സരിക ഒന്നും മിണ്ടാതെ ഇവരെ സംസാരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ലക്ഷ്മി പറയുമോ, പുറത്തുള്ള കാര്യങ്ങൾ പറയുമോ എന്നൊക്കെയുള്ള രീതിയിലാണ്. സരികയൊക്കെ വന്ന് അനുമോളെ എത്രത്തോളം നെഗറ്റീവ് ആക്കാമോ അത്രത്തോളം നെഗറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങളാണ് അവർ ഇന്നലെ നടത്തിയത്. ഇന്നലെ തന്നെ അപ്പാനിയായിട്ടുള്ള വഴക്കിന് ഈ സരിക പറഞ്ഞതാണ്, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ ഇവള് പൊയ്ക്കഴിഞ്ഞപ്പോഴല്ലേ അപ്പാനി എടുത്ത് പറഞ്ഞത്, അപ്പാനി കാരണമല്ലേ ഒരു പെണ്ണ് പോയത്, അത് നീയല്ലേ പറഞ്ഞതെന്ന് സരിക ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് ആ വഴക്കുകളൊക്കെ ഉണ്ടായത്. അതിൽ പിടിച്ചിട്ടാണ് എല്ലാവരും കയറിയത്. അതിന് അനുമോൾ സോറി പറഞ്ഞില്ലെന്ന് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരാവുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളായത് ഈ സരികയുടെ വായിന്ന് വീണ ആ ഒരു വർത്തമാനത്തിന് ശേഷമാണ്. അതേപോലെ ഇന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. ലക്ഷ്മി ഇത്രയും അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ലക്ഷ്മി അനുമോളായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല. വഴക്കുമില്ല, എന്നാൽ ആദ്യം അടുത്തിട്ടും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ് ലക്ഷ്മി അനുമോളും. എന്നിട്ട് ലക്ഷ്മി വന്ന ഉടനെ അനുമോളടുത്ത് നീ നന്നായിട്ട് കളിക്കണം, നീ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും അകത്തോട്ട് വന്നല്ലോ, നല്ലൊരു പോസിറ്റീവായിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.